മോളെ, ആ ഞാനിപ്പോ വരുന്നില്ല, നീ അങ്ങോട്ട് ചെല്ലും, ഞാൻ പിന്നെ വരാം. ഹായ്. അടങ്ങിരിക്കോ മാസത്തെ ഊണുസമയം കഴിഞ്ഞല്ലോ. ചായ കാപ്പി എന്താന്ന് വെച്ചാ? ഇവിടുത്തെ ആളെവിടെ? ആര്? മാഷോ? ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിരിക്കുക. എന്താ നിന്റെ പേര്? മായ. എവിടെയാ വീട്? കുറച്ചു ദൂരെയാ. മാഷയുടെ ആരാ നീ? മാഷോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോളാം. പറയാനുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം കേട്ടോ. നടക്കണേ അങ്ങോട്ട്. കൊറേ നേരായി. നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നോ? അതിന് പരീക്ഷ തുടങ്ങിയില്ലല്ലോ. ഓ, പറഞ്ഞ പോലെ പരീക്ഷ തുടങ്ങിയില്ലല്ലോ. അപ്പൊ മോളുടെ കാര്യം, താഴെ ഒരു മായ ചേച്ചിയുണ്ട്. ചേച്ചിയോട് പറഞ്ഞു മോക്കുള്ള പാല്, അച്ഛനും അമ്മയ്ക്ക് സ്ട്രോങ് ആയിട്ടൊരു കാപ്പി. എനിക്കിവിടെ ആരുടെയും ചായയും കാപ്പിയൊന്നും വേണ്ട. എന്താ നിന്റെ ഉദ്ദേശം? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് ആരുടെയും ചെരിയും കളിയൊന്നും കാണണ്ട. മാസത്തിൽ 2-3 തവണയെങ്കിലും വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചോണ്ടിരുന്ന ആളാ. ഇപ്പൊ വന്നിട്ട് എത്ര നാളായെന്നറിയോ? മാസം 2 കഴിഞ്ഞു. മോക്ക് മാർക്ക് എത്രയുണ്ടെന്ന്, പരീക്ഷ കഴിഞ്ഞോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അതെങ്ങനെയാ? ഓർക്കാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ. ഓർക്കാൻ വേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടൊന്നും അല്ല സാവിത്രി. വിചാരിച്ചത് നേരത്തെ ഡാമ്പണിക്കാർ വന്നു. ഈ അടുക്കള പൊട്ടനെ മാത്രം കാര്യങ്ങൾ ലഭിച്ചിട്ട് എനിക്ക് വരാൻ പറ്റുമോ? ഇന്നലെ രാത്രി ഇവിടെ നിന്ന് നിനക്ക് വിശദമായിട്ടൊരു കത്തെഴുതി പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനാ ഇത് നേരത്തെ എഴുതിയത്? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ. ആ തള്ള വന്നിരുന്നല്ലേ? ആ വന്നിരുന്നു. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു? പറഞ്ഞതും ഞാൻ തന്നെ പറയണോ? വേണ്ട, ഞാൻ തന്നെ പറയാം. ഏതാ എന്താന്നറിയാത്ത ഒരു പിഴച്ച പെണ്ണിനെ അയാൾ കൂടെ കയറി താമസിപ്പിച്ചിരിക്കുക. കടയുടെ താക്കോലും പണപ്പെട്ടിയുടെ താക്കോലും ഇപ്പൊ അവളുടെ ഇല്ല. അവള് പറയാതെ മാഷ് ഒരടി. ഇതല്ലേ സാവിത്രി? ശരി, ഇവിടെ വന്ന് കണ്ടപ്പോ ആ തള്ള പറഞ്ഞൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നിയോ? ഇതൊക്കെ കാണുകയും കേൾക്കും ചെയ്യുമ്പോ ഞാൻ പിന്നെ എന്താ ധരിക്കേണ്ടത്? നീ ഒന്നും ധരിക്കണ്ട. നീ മായമെ കണ്ടോ? കണ്ടു. എന്നിട്ട് എന്ത് തോന്നി? അങ്ങനെ ഒരു പെണ്ണാണ് അവളെന്ന് തോന്നിയോ? തോന്നിയോ സാവിത്രി? ഇല്ല. പിന്നെന്ത് തോന്നി? സാവിത്രി, നിനക്ക് എന്താ തോന്നി? നമ്മുടെ മോളെ ഓർത്തു. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇതാ പ്രായം. എനിക്ക് പിന്നെ വേറൊരു കണ്ണിക്കൂടെ അവളെ കാണാൻ പറ്റുമോ? വാ.
എന്താ നമ്മുടെ തള്ളേ സാവിത്രി പോണേന് മുമ്പ് വേണമെന്ന് വെച്ചിട്ടാ. നമ്മുടെ കളപ്പരയും അതിരിക്കുന്ന സ്ഥലവും ഞാൻ കുഞ്ഞുണ്ണിയുടെയും മായമ്മയുടെയും പേരിൽ എഴുതിച്ചു. ഇതാണ് നമ്മുടെ വിവാഹ സമ്മാനം. ആ, അല്ലെങ്കിൽ ഇതൊന്നും ഈ കാട്ടാളിനെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല. മായമ്മേ, ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം. വാങ്ങിച്ചോളൂ. കുഞ്ഞിനെ മാഷ് ഇതുവരെ തന്നതൊക്കെ തന്നെ ധാരാളം. ഇനി എനിക്കൊന്നും വേണ്ട, ഒന്നും. എടാ, അല്ലെങ്കിലും അത് നിന്റെ മണ്ണാണ്, നിന്റെ ഉയർപ്പാ.